കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, അല്ലെ ശിഷ്യന്മാരോടും പറഞ്ഞത്, നിങ്ങൾ ലോകമെമ്പാടും പോയി സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതാ. സുവിശേഷം എന്താണ് ശരിക്കും? ഈ നമ്മളെ പഠിപ്പിക്കാൻ വരുന്ന ഈ വലിയ വലിയ PhDയും തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും അരച്ച് കലക്കി കുടിച്ചിട്ട് വരുന്ന വിദ്വാൻമാരോട് ചോദിക്കാനുള്ളൊരു കാര്യം സിമ്പിളായിട്ട്, ഇത്രയും വിവരവും വിദ്യാഭ്യാസവും അല്ലെങ്കിൽ ഈ PhD ഒന്നും ഇല്ലാത്തൊരു സാധാ വിശ്വാസി ചോദിക്കുക, സുവിശേഷം എന്താണ്? മെത്രാന്മാരെ അല്ലെങ്കിൽ പഠിത്തക്കാരെ, പണ്ഡിതന്മാരെ, സുവിശേഷം, സദ്വാർത്ത എന്തായിരുന്നു? സദ്വാർത്ത നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാല് ലോകത്തെ രക്ഷിക്കുവാനുള്ളവൻ, അവൻ മാത്രമാണ് ലോകത്തെ രക്ഷിക്കാനായിട്ട് ജനിച്ചിരിക്കുന്നത്. രക്ഷകൻ ജനിച്ചിരിക്കുന്നു, പിറന്നിരിക്കുന്നു. അതാരാണ്? കർത്താവാണ്. അല്ല ചില സ്നേഹമതക്കാർ പറയുന്നത് പോലെ അവൻ പിഴച്ചു പറ്റതോ അല്ലെങ്കിൽ പിന്നെ അവൻ ദൈവം അല്ല എന്ന് പറയുന്ന ആൾക്കാരുടെ ഇടയിൽ സദ്വാർത്ത എന്താണ്? നിങ്ങൾ ലോകം മുഴുവൻ അറിയിക്കേണ്ട കാര്യമുണ്ട. നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. അപ്പം ജനിച്ച രക്ഷകൻ നിങ്ങളോട് എന്താ പറഞ്ഞത്? നിങ്ങൾ ഏകദൈവ വിശ്വാസിയായിരിക്കണം. പിതാവായ ദൈവമാണ് ഏകദൈവം. എൻ്റെ പിതാവ് ഞാൻ തന്നെയാണ്, എന്നിലൂടെ അല്ലാതെ ആർക്കും രക്ഷ സാധ്യമല്ല എന്ന് കൃത്യമായിട്ട്, സ്വർഗം സാധ്യമല്ല എന്ന് കൃത്യമായിട്ട് ബൈബിൾ പഠിപ്പിക്കുമ്പോൾ, ഈ കർത്താവ് പഠിപ്പിക്കുമ്പോൾ ആ രക്ഷകൻ പറഞ്ഞ കാര്യമാണ്. ഈ സദ്വാർത്തയാണ് ലോകം മുഴുവൻ ചെന്ന് പറയാന് ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞത്. നിങ്ങൾ ശരിക്കും അതാണോ ചെയ്യുന്നത്? അപ്പൊ അത് ചെയ്യേണ്ട നിങ്ങൾ പറയോ എല്ലാം ഒരുപോലെയാ, എല്ലാം ഒന്നാണ്. പിന്നെ മതാന്തര ചർച്ചകൾ എന്ന് പറയുമ്പം നമ്മൾ അങ്ങോട്ടും കുറച്ച് കൊടുത്ത് ഇങ്ങോട്ടും കൊടുത്ത് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഈ സാത്താൻ മാസുകാരെ അംഗീകരിക്കണ്ടേ? അവരും ഒരു മതമാണെന്നേ. അമേരിക്കയിൽ പ്രത്യേകം അവർക്ക് പള്ളികളും ഒക്കെ ഉണ്ട്, നമ്മുടെ കേരളത്തിലും ഉണ്ടല്ലോ ആ വിശ്വാസികൾ. ആ മതം നിങ്ങൾ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല? അതും അംഗീകരിക്കണം. മതാന്തര ചർച്ചയല്ലേ, അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന 4-3 മതങ്ങൾ തന്നെയല്ലോ. ഈ സത്താനിക്ക് മാസ് നടത്തുന്ന ആൾക്കാർ അവർ പ്രത്യേക ഒരു മതമാണ്, അവരെ അംഗീകരിക്കുക. അപ്പൊ അത് അംഗീകരിക്കുകയാണെങ്കിൽ അത് പറയണം ഞങ്ങളോട്. അങ്ങനെ എന്നിട്ട് വേണം ഞങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ. ഇതിൻ്റെ അകത്തൊക്കെ നിൽക്കണോ അത് വേറെ എവിടെയെങ്കിലും പോകണം? നമ്മുടെ പാറക്കാട്ടിൽ പറഞ്ഞ പോലെ നിങ്ങൾ ഭാരത പൂജയ്ക്ക് പോയേക്കാം. ഇപ്പൊ എല്ലാം ശരിയാണ്. പിന്നെ അതല്ല ഇച്ചിലൂടെ റിച്ച് ആയിട്ടുള്ളത് എന്ന് തോന്നുന്നു. ആൾക്കാർ പറയുന്നത് അങ്ങനെ റിച്ച് ആയിട്ടുള്ള. അപ്പൊ അത് നിൽക്കില്ല നല്ലത്. ഒന്നല്ലേ നമ്മളൊരു ഇന്ത്യക്കാരനല്ലേ, ഹിന്ദുസ്ഥാനിയല്ലേ? അപ്പം ആ ഒരു കാര്യം നിങ്ങളൊന്ന് പറഞ്ഞു തരണം. ഞങ്ങൾക്ക് അറിവില്ലാത്തവരോട് ആയിട്ട് ചോദിക്കുന്നത്. ഈ എഴുതി തള്ളി ആൾക്കാർക്ക് ഒന്ന് പറഞ്ഞു തരണം. ഈ മതാന്തര ചർച്ച, ഈ സുവിശേഷ പ്രസംഗമാണോ നിങ്ങളുടെ പണി? അല്ലെങ്കിൽ ഈ മതാന്തര എക്യുമെനിക്കൽ എന്ന് വാക്കിന്റെ അർത്ഥം ശരിക്കും അറിയാമോ നിങ്ങൾക്ക്? എക്യുമെനിസം എന്ന് പറയുന്നത് ഈ കർത്താവിനെ പിഴച്ച സന്തതി എന്ന് പറയുന്ന ആളുകളെയും മറ്റുള്ളവരെയെല്ലാം ഒരു കുടക്കയിൽ കൊണ്ടിരുന്നതല്ല. അപ്പൊ നിങ്ങളുടെ വിശ്വാസം എന്നതാ? അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ആ വിശ്വാസമേ ഇല്ലെങ്കിൽ, എല്ലാം ഒന്നാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് അപ്പാ വെറുതെ ഞങ്ങൾ ന്യൂനപക്ഷമാണ്, ഞങ്ങൾക്ക് ആ അവകാശം വേണം, ഞങ്ങൾക്ക് ഈ അവകാശം വേണം, ഞങ്ങൾക്ക് സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ, ന്യൂനപക്ഷ സ്ഥാപനങ്ങൾ, സ്കൂളുകളും കോളേജുകളും ഹോസ്പിറ്റലുകളും ഉണ്ടാക്കാനുള്ള ഞങ്ങൾക്ക് പ്രത്യേക അനുമതി വേണമെന്ന് സർക്കാരിനോട്, ഇന്ത്യൻ സർക്കാരിനോടും കേരള സർക്കാരിനോടും നിങ്ങൾ എന്തിനാ പറയുന്നത്? എല്ലാം ഒന്നാണ്, അവരെ അങ്ങ് അംഗീകരിച്ചാൽ പോരെ. നിങ്ങൾ പിന്നെ തന്നെ പ്രത്യേക ഈ പള്ളികളൊക്കെ ഉണ്ടാക്കുന്നത് കുറഞ്ഞ പക്ഷെ സീറോ മലബാർ സഭയിലും ചിന്തിക്കണ്ടേ? കാര്യം മറ്റുള്ള പള്ളികളുണ്ടല്ലോ. ഇപ്പം ലണ്ടനിലൊക്കെ പോയിട്ട് നിങ്ങൾ ഇപ്പം സീറോ മലബാർ സഭയുടെ ഇത് ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? അവിടെ ഓൾറെഡി ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ഇല്ല, അവരുടെ കൂട്ടത്ത് കൂടിയാൽ പോരെ? അത് പറയാൻ പോകുന്ന ഒത്തിരി ഉണ്ട്. ഈ പറഞ്ഞ് വെറുതെ കഴുകി മെഴുകല്ലേ എന്ന് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ.